സാക്ഷികൾ ഒപ്പിട്ടവരോടെ ഒപ്പിട്ട രണ്ടുപേരും അതെ ഒപ്പിട്ട രണ്ടുപേരും ഇനിയാണ് ആരാണ് ഒപ്പിട്ട രണ്ടുപേരും ചോരോ ആരാണ് ഇനി പറഞ്ഞു ഇനി അല്ല സാറേ ഒരു മൊബൈൽ നമ്മൾ ആളെടുക്കണല്ല കൊടുത്തത് ഞാൻ പറഞ്ഞ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ജി കൃഷ്ണകുമാർ നിർദ്ദേശിച്ചതനുസരിച്ചും അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ അദ്ദേഹം തന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ തിരുവല്ല സ്വദേശി സിദ്ദിഖ് ഒരു ബാംഗ്ലൂരിൽ നിന്നും MDMA-യുമായി നാഗർകോവിലെത്തി തുടർന്ന് നമ്മുടെ പാറശാല സ്വദേശിയായ സൽമാൻ അദ്ദേഹത്തിനെ പോയി കൂട്ടിക്കൊണ്ടുവരികയും ഒരു ബൈക്കിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരികയും നമ്മുടെ സ്റ്റേറ്റ് സ്ക്വാഡിന്റെ അംഗങ്ങളും കൂടാതെ തിരുവനന്തപുരം IB നമ്മുടെ തിരുവനന്തപുരം റേഞ്ച് ഇൻസ്പെക്ടർ രതീഷും ഗമുവും കൂടെ ചേർന്ന്, കാരണം ബൈക്കിലായതുകൊണ്ട് നമുക്ക് വളരെയധികം വാഹനങ്ങൾ ഒരുപാട് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഇവിടെയിട്ട് വാഹനം തടയുകയും അവരെ നമ്മുടെ ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര ചെക്ക് പോസ്റ്റ് CI ടോണി സാർ വന്ന് പരിശോധിക്കുകയും ഇവരുടെ കയ്യിൽ നിന്നും ഈ നമ്മുടെ സിദ്ദിഖിന്റെ കയ്യിൽ നിന്നും ഏകദേശം 21 ഗ്രാം MDMA ആണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 21 ഗ്രാം MDMA എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി MDMA ആണ്. അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഫലപ്രദമായി ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ പുറകെ നടന്നു തന്നെ, കാരണം ഇവരുടെ
മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസുകളെല്ലാം എടുത്തുകൊണ്ട് അത് പുറകെ നടന്ന് ഒരാഴ്ചയായി ഇതിന്റെ പുറകെ നടന്ന് ഇദ്ദേഹത്തിനെ വഹിച്ചാണ് നമ്മൾ ഈ കേസെടുക്കുന്നത്. പിന്നെ 21 ഗ്രാം MDMA ആണ് ഇവരുടെ ഇപ്പൊ തന്നെ നമ്മുടെ രതീഷിന്റെ തിരൂർ റേഞ്ച് ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി എല്ലാവരും കൂടെ തിരൂർ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവിടെ വെച്ച് തന്നെ ബാക്കി മഹസൂലെല്ലാം തയ്യാറാക്കി അവരെ റിമാൻഡ് ചെയ്യാനായിട്ടുള്ള ബാക്കി നടപടികളെല്ലാം എടുക്കുന്നത്.